ഈ കുഞ്ഞിനെങ്കിലും രക്ഷിക്കാമെന്ന് ഓർത്തു. എൻ്റെ മുന്നിൽ കുഞ്ഞ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അതിനെ എടുത്തുകൊണ്ട് പിന്നെ ഞാൻ പോവുക ചെയ്തത്. പിന്നെ മറ്റവരെ എങ്ങനെ പോയെന്നൊന്നും ഞാൻ ശ്രദ്ധിക്കാൻ പോയില്ല. ആലിൻ ഷെറിന് അന്തിമോപചാരം അർപ്പിക്കുന്നതിനായി ജോബിൻ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ അപകടം നടന്നപ്പോൾ, അതായത് ആലിൻ ജെറിൻ സഞ്ചരിച്ചിരുന്ന വാഹനം, ആ വാഹനത്തിലേക്ക് മറ്റൊരു കാർ വന്നിടിച്ചപ്പോൾ കാറിൻ്റെ തൊട്ടുപുറകിൽ സഞ്ചരിച്ചിരുന്ന ആളാണ് ജോബിൻ. അദ്ദേഹമാണ് അപകട സ്ഥലത്തേക്ക് ഓടിയെത്തുകയും ആലിൻ ജെറിനെ സ്വന്തം തോളത്ത് ഇടുകയും ചെയ്തത്. അതിനുശേഷം അദ്ദേഹം തന്നെയാണ് ആ കുഞ്ഞിനെ ആശുപത്രിയിലേക്ക് ആദ്യം എത്തിച്ചത്. യഥാർത്ഥത്തിൽ വാഹനം, എതിർവശത്തു നിന്ന് വാഹനം നല്ല വേഗത്തിൽ തന്നെയായിരുന്നു. നല്ല വേഗത്തിലായിരുന്നു. അവർ ഉറങ്ങിപ്പോയതാണ് എനിക്ക് തോന്നുന്നത്. അപ്പം അവർ എന്താ പറയുക, നമ്മൾ ഈ വളഞ്ഞ് വരത്തില്ലേ, ആക്സിലേറ്റർ കൊടുക്കുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ആ വരുന്ന വരവാ. ഈ വരവ് കണ്ടപ്പം ഞാൻ ബ്രേക്ക് അപ്ലൈ ചെയ്തു. അപ്പോഴത്തേക്കാണ് ഈ വണ്ടി, അവർ സൈഡ് ഒതുങ്ങി പോകുമായിരുന്നു. അപ്പോഴത്തേക്ക് ഇതിലോട്ട് വന്ന് ഇടിച്ച് കയറുമായിരുന്നു ചെയ്തത്. ഇടിച്ച് കയറി 2 കറക്കം കഴിഞ്ഞ് വണ്ടി സൈഡിലോട്ട് ഒതുങ്ങി, മറ്റേ വണ്ടി ഓപ്പോസിറ്റ് വന്ന ദിശയിലോട്ട് തിരിഞ്ഞ് കിടക്കുമായിരുന്നു. പിന്നെ ഇതിനെ ഒരു കൊച്ചനുണ്ടായിരുന്നു എൻ്റെ കൂടെ സഹായത്തിന്. അത് വലിച്ചിളക്കി ആ കുഞ്ഞിനെ എൻ്റെ കൈ കെട്ടി തോളത്തിട്ടപ്പോൾ അഡ്മിറ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും പറഞ്ഞു കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ല, ബ്ലഡൊന്നും മുറിവൊന്നും ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പം എനിക്കൊരു മോനാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. ഉറങ്ങുകയാണോ അറിയാൻ വേണ്ടി ഞാൻ കാലിൻ്റെ വെള്ളം ഒന്ന് ചൊറിഞ്ഞ് നോക്കിയപ്പോൾ അത് ഉറങ്ങുമല്ല എന്ന് എനിക്ക് ഉറപ്പുണ്ടായി. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു ആശുപത്രി പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവിടെ വണ്ടികളൊക്കെ കൈ കാണിച്ചു, ആരും ഹെൽപ്പ് ചെയ്തില്ല. അപ്പം എൻ്റെ പിക്കപ്പാണ്. അപ്പോൾ പിക്കപ്പിൻ്റെ പവർ എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് യാത്രാ സുഖമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഒരു ആംബുലൻസ് വന്നു. അവരോടും ചോദിച്ചപ്പോൾ അവരുടെ പേഷ്യൻ്റ് ഉണ്ടെന്നാണ് പറഞ്ഞത്. പിന്നെ നമ്മൾ നോക്കാൻ നിന്നില്ല, ഇവരോട് വണ്ടിയിൽ കയറാൻ പറഞ്ഞു. അപ്പം മറ്റവരവിടെ കിടക്കണം, അവരെനിക്ക് സ്ഥലം സീറ്റ് 3 പേർക്ക് ഇരിക്കാനുള്ള സീറ്റേ ഉള്ളൂ. പിന്നെ ഞാൻ ഈ കുഞ്ഞിനെയും കൊണ്ട് നേരെ ചങ്ങനാശ്ശേരി ഗവൺമെൻറ് ആശുപത്രിയിൽ എത്തിക്കുക ചെയ്തത്. അതിനുശേഷം മടങ്ങിപ്പോയി. അതിനുശേഷം കുറച്ച് നിന്ന് പിന്നെ വേറൊരു വിഷയം ഉണ്ടായിരുന്നു. വേറെ വണ്ടിയുടെ മൾഗാർഡും ബമ്പർ പറിച്ചിട്ടാണ് പോയത്. അപ്പോൾ അവരുമായിട്ട് സംസാരം കഴിഞ്ഞ് ഒത്തിരി സമയം എടുത്ത് പിന്നെ പോയാൻ അവിടെ നിന്ന്. പിന്നെ കുഞ്ഞിനെ അവിടെ നിന്ന് വേറെ ഹോസ്പിറ്റലിലോട്ട് മാറ്റിയതിന് ശേഷമാണ് പിന്നെ പോകുന്നത്. ഏതായാലും മനസ്സിന് വലിയൊരു വിഷമമായി ഇവിടെ ഇങ്ങനെ വന്ന് കണ്ടപ്പോൾ. അവരോട് പറഞ്ഞത്, ഇവിടെ ഫോൺ വിളിക്കുമ്പോൾ പറയും കുഞ്ഞിൻ്റെ കരച്ചിലൊന്നും ഞാൻ കേട്ടിട്ടില്ല, കണ്ണുപോലും തുറക്കുന്ന കണ്ടിട്ടില്ല, കിട്ടുന്നത് ഇതേ രൂപത്തിൽ ഇതേ രീതിയിലാണ് കണ്ടത്. അതിൻ്റെ ഒരു പ്രയാസം. തിരിച്ചവരോട് പറഞ്ഞു ഞാൻ വരുമെന്ന് പറഞ്ഞു, എടുക്കുമെന്നും പറഞ്ഞു, എൻ്റെ സൗണ്ട് കേൾക്കണമെന്ന് പറഞ്ഞു. അത് കാണാൻ പറ്റാത്തതിൻ്റെ ഒരു പ്രയാസം. അതൊരിക്കലും ഇങ്ങനാവുമെന്ന് വിചാരിച്ചില്ല. നമ്മൾ ചെന്നപ്പോൾ കുഞ്ഞല്ലാതെ കുഞ്ഞിൻ്റെ മുത്തശ്ശി ഉണ്ടായിരുന്നല്ലോ. മുത്തശ്ശി വാതിലൊക്കെ ഡോർ ലോക്കായ അവസ്ഥയിലായിരുന്നു. ലോക്കായ അവസ്ഥയായിരുന്നു. പക്ഷേ തല പൊട്ടി പുള്ളിക്കാരി അനക്കമില്ലായിരുന്നു. അപ്പം ഞാൻ ഓർത്ത് പുള്ളിക്കാരി പോയി കാണും, എന്നാൽ ഈ കുഞ്ഞിനെങ്കിലും രക്ഷിക്കാമെന്ന് ഓർത്തു. എൻ്റെ മുന്നിൽ കുഞ്ഞ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അതിനെ എടുത്തുകൊണ്ട് പിന്നെ ഞാൻ പോവുക ചെയ്തത്. പിന്നെ മറ്റവരെ എങ്ങനെ പോയെന്നൊന്നും ഞാൻ ശ്രദ്ധിക്കാൻ പോയില്ല. ജോബിനെ സംബന്ധിച്ച് അത് മനസ്സിന് വലിയ വിഷമമുള്ള ഒരു കാര്യമായി പോയി. കാരണം പരിക്കേറ്റ ആലിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് ജോബിൻ്റെ പിക്കപ്പ് വാനിൽ ജോബിൻ തന്നെയായിരുന്നു. ആശുപത്രിയിൽ ഏൽപ്പിച്ച ശേഷമാണ് അദ്ദേഹം മടങ്ങിപ്പോയത്. പക്ഷേ ആ കുഞ്ഞിന് ഇങ്ങനെ ജീവൻ നഷ്ടമാകുമെന്ന് അദ്ദേഹം ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. വീട്ടിലേക്ക് വന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് അദ്ദേഹം വന്ന് കണ്ട് അത് അന്തിമോപചാരം അർപ്പിക്കുന്നതിന് വേണ്ടിയായി പോയി. ആ ഒരു വിഷമം കൂടി ജോബിൻ്റെ മുഖത്തുണ്ട്. റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.